അന്ന് ആ ഒരു ബ്ലാക്ക് പാൻസും ഒരു ഇതേ കളറിലൊരു ജുബ്ബ ഇട്ടിട്ടാണ് ഞാൻ പരിപാടിക്ക് അതാ ഓട്ടോറിക്ഷയുടെ ഡാക്കിൽ മറ്റേ ഡിക്കെന്ന് വെച്ചാൽ ബാക്കാണ്. അതിന് ഡിക്കൊന്നുമില്ല, ഫ്രണ്ടിൽ ഇടുക്കിടാമ് പോലും ഇല്ലാത്തതാണ്, ചെറിയൊരിതാ. അതിനകത്ത് തേച്ച് മടക്കി വയ്ക്കും, നേരെ സ്റ്റേജിൽ കയറും, മിമിക്രി കളിക്കും, 150 രൂപ മേടിക്കും പോകും. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഞാൻ ആരാരുമാവത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. എന്റെ നിറം പോൽ കറുത്തൊരു പാന്റും മുഷിഞ്ഞ ജുബ്ബയലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകില്ല. ആ പാട്ടിലൊക്കെ നമ്മുടെ ഉള്ളിൽ തട്ടി തന്നെ നമുക്ക് എപ്പ പാടിയാലും പാടാൻ പറ്റും. സത്യമാണ്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ സേറം മുഴുകണം 6 മണിയുടെ. സത്യമാണത്, കറക്റ്റാ. അതുപോലെ മണിച്ചേട്ടൻ നമ്മുടെ ബെൻ ജോൺസൺ സിനിമയിൽ ഒരു അത് പറയാതിരിക്കാൻ പറ്റും. അതൊക്കെ നല്ല തടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കാണുമ്പോൾ ആൾക്കാർ എന്ത് വല്ല അസുഖം പിടിച്ചു. ആ സിനിമയിൽ അച്ഛൻ മരിച്ചു പോണ ഒരു ഇതേതാ, അച്ഛൻ മരിച്ചു പോണ വിഷം കഴിച്ചു മരിക്കുന്നത്. ആ സീനിലെ കരച്ചിലില്ല, ഉണ്ട് മൂക്കിന്ന് വയനൊക്കെ ഒരുമിച്ചായിരുന്നു. അതെ അതെ. അത് ആ കരച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ നോർമലായിട്ടിരിക്കുന്ന അവസ്ഥയല്ല, നമുക്കൊരു ആക്സിഡന്റ് വരുമ്പോണ്ടാവും. മരണത്തിന് തൊട്ടു മുമ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത് ഏത് കോടീശ്വരനും ഏത് പാവപ്പെട്ടവനും എല്ലാത്തിനും ഒരുപോലെയാ ആ ഒരു ഫീല്. അതെന്താന്ന് അറിയാമോ, നമ്മള് ആ ഒരു കരച്ചില്ല. ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയുടെ അന്ന് അതിന്റെ ഫ്രണ്ടിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയില് അവിടെ ചായ അടിക്കുന്ന പരിപാടിയും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. മണിച്ചേട്ടനോ? അതെ. അപ്പൊ ചായ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവിടെ രാത്രി 2 മണിക്ക് ശേഷം എല്ലാ രോഗികൾക്കും ചൂടുവെള്ളം തിളപ്പിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കടയുണ്ടെങ്കിൽ ഞാൻ നിൽക്കണ കടയിലെ ഞാൻ തിളപ്പിച്ച് കൊടുക്കാറ് രാത്രി. കാരണം ഈ അസുഖം ഒരുപാട് പ്രസവ വാർഡ് ഉണ്ട്, അങ്ങനെയുണ്ട്, ഒത്തിരി സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഈ ആംബുലൻസിൽ നിന്ന് ഇറക്കി നമ്മളാണ് അത്യാഹിത വിഭാഗത്തിൽ കൊണ്ട് കിടത്തുന്നതും. പിന്നെ അങ്ങനെ വിഷടിച്ച് മരിച്ച ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാം നമ്മൾ കുറെ കണ്ടതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഓർമ്മകൾ എവിടെയോ ചില അംശങ്ങൾ നമുക്ക് അതിൽ നിന്ന് വായ്പ എടുക്കാൻ പറ്റുന്നത്. ഞാൻ ഓർക്കും ചെയ്ത് എങ്ങനെ ആ ഒരു കരച്ചിലല്ലേ, കരയുണ്ട്. ജീവൻ പോണ ലാസ്റ്റത്തെ ഒരു ലക്ഷ്മിയെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ലാസ്റ്റ് മരിക്കാറാകുമ്പോൾ ഒരു കരച്ചില്. അതെ അതെ അതെ. അങ്ങനെ കുറെ നമുക്ക് പടങ്ങളിൽ അങ്ങനെ കുറെ കിട്ടിയിരുന്നുള്ളതാണ് ചെയ്യാനായിട്ടുള്ളത്. വാൽക്കണ്ണാടി എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്തുള്ള ഇതാണ് വാൽക്കണ്ണാടി. അതേമാതിരി എന്റെ ബാലൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. ആള് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസർ ആയിട്ടിരിക്കുന്നത്. ആ ബ്ലൈൻഡ് കഥാപാത്രം വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന് പറയുന്നത്. കരിമാടിക്കുട്ടൻ നമ്മുടെ അടുത്ത് ഒരാളുണ്ട്. ഒരു കണ്ണ് കാണാൻ പാടാത്ത ആള് പാട്ട് പാടുമ്പോ കണ്ണ് കാണാൻ പാടാത്ത അവരുടെ കണ്ണെന്ന് പറഞ്ഞ ചെവിയാ. തീർച്ചയായിട്ടും അതല്ല ശ്രദ്ധ അതാണ്. അത് കറക്റ്റ്. അത് ഇവിടെ വന്ന് അന്ധനായിട്ടുള്ള ഒരു വേഷം എടുക്കാനായിട്ട് പേടിയായിരുന്നു എന്നെ ഹീറോ ആക്കി എടുക്കാം. നമ്മള് നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് തന്നെ ഹീറോ ആയിട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ അന്ധനായിട്ട് അഭിനയിച്ചാൽ എങ്ങനെ എടുക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വിനയ് സാറ് വന്ന് കണ്ട് എന്റെ അടുത്ത് വെച്ച് എങ്ങനെയാടാ കുട്ടി അത് എങ്ങനെയാ നീ അത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവരെല്ലാരും ഈ ഒരു ശ്രദ്ധയായിരിക്കുമല്ലോ. ഞാനാ എന്താ വിശേഷം സുഖല്ലേ, കണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളതിലൊരു ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് പോലും ചില ഒരു ജീപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോ ഈ അന്തൻ വെറുതെ തുടരുന്നുണ്ട്. പോലീസ് ജീപ്പാന്ന് വിചാരിച്ചിട്ട് അത് ചിലപ്പോ കണ്ട ആൾക്കാർക്ക് അറിഞ്ഞോളന്നില്ല. ഒരു പക്ഷെ ഡയറക്ട് ചെയ്ത് വിനയ് സാറിന് പോലും അത് നമ്മൾ എന്തുദ്ദേശിച്ചിട്ട് ചെയ്തെന്ന് പോലെ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു നായകനായിട്ട് വേഷം ചെയ്യാനുള്ള ഒരു തന്റെ ഇടം കാണിച്ചത് വിനയൻ സാറാണ്. അത് എന്തായാലും ഒരു നന്ദി തന്നെ പറയണം. മൃഗങ്ങൾ ഇപ്പൊ മാൻ പുല്ല് തിന്നുന്നു, ഓട്ടോമാറ്റിക്കലി അതിന്റെ ചെവി എപ്പോഴും അതെ ഇങ്ങനെ എല്ലാം ഒരുവിധപ്പെട്ട ചെവികളൊക്കെ. പാമ്പിന് ചെവി ഇല്ലാത്തതുകൊണ്ട് മാത്രം നോക്കണില്ലെന്നുള്ളൂ. എന്നാലും അവര് തല തിരിക്കോ തിരിച്ചു നോക്കും. അപ്പൊ എന്ന് പറഞ്ഞാല് മണിച്ചന്റെ ആ ഒരു വേഷം മിമിക്രി കലാകാരന്മാരുടെ ഒരു അഭിമാനം. അത് എത്ര കണ്ട് പറഞ്ഞാലും നമുക്കത് തീരില്ല. കാരണം ഇത്രയധികം വേഷങ്ങളൊക്കെ അതിനകത്ത്. പിന്നെ വെച്ചാല് നമ്മളെ ലാലേട്ടന്റെ ചോട്ടാ മുംബൈ മലയാളി മാമനും ഏതാ അതൊക്കെ നല്ല വേഷം. ഏതാ ഇത് തീരണേക്ക് മുമ്പ് ഇത് പിന്നെ കുറച്ച് പൈസ ഉച്ചാളി പിള്ളേര് പറയണ 2 കുപ്പിയുടെ കള്ളിന്റെ പുറത്ത് പറയുന്നതല്ല എന്നെ കൊല്ലുന്ന് പറഞ്ഞാൽ അതങ്ങനെ വളരെ കുറച്ച് പടങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ.
നല്ല പടങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് അഭിനയിക്കാറുണ്ട്. എൻട്രി ഒക്കെ പക്കല്ലേ ഇവിടെ അങ്ങനെ കൊട ഇങ്ങനെ വന്നിട്ട് പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് അൻവർ റഷീദ് അത് ആ കാര്യത്തില് മനുഷ്യട്ടാ നമുക്ക് മറ്റുള്ള പടങ്ങളിൽ ചെയ്യണ പോലെ ഓട്ടം ബഹളം തിക്കും തിരക്കും വായു വിളിച്ച് ഡയലോഗ് ഒന്നും വേണ്ട. വളരെ സൈലന്റ് കില്ലാടി, സൈലന്റ് കില്ലർ എന്നൊക്കെ പറയില്ലേ, പിന്നെ അങ്ങനെ ചെയ്താൽ മതി. അത് ആ ഗുണം അതിനകത്തുണ്ടായിരുന്നു. ആ വർഷത്തെ ഏറ്റവും നല്ല വില്ലനുള്ള വനിതാ അവാർഡ് എനിക്കായിരുന്നു. അതല്ലേ വനിതകളെല്ലാരും കൂടി എന്നെ നല്ലൊരു വില്ലനാക്കി. അതെ, കാരണം ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവാ, എന്റെ മോൾക്ക് നല്ലൊരു അച്ഛനാ, എന്റെ അമ്മയ്ക്ക് നല്ലൊരു മകനാ, എന്റെ അച്ഛന് ഞാൻ നല്ലൊരു മകനാ. പക്ഷെ ഏറ്റവും നല്ല വില്ലനായി ഞാൻ തിരഞ്ഞെടുത്തു. പക്ഷെ അതാ നമ്മൾ ചെയ്ത വേഷം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മള് ഇപ്പൊ മണിച്ചേട്ടൻ പറഞ്ഞാൽ ഇത് കറക്റ്റാണ് മണിച്ചേട്ടാ. എന്നുവെച്ചാല് നമ്മള് ഒരു പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇനി ജഡ്ജി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി, കേരളത്തിലെ ലോകത്തിലെ എന്തും ആയിക്കോട്ടെ, ആദ്യം നമ്മൾ ആകേണ്ടത് നല്ലൊരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും ആ ഒരു നല്ലൊരു മനുഷ്യത്വം മനുഷ്യനുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മൾ ചിന്തിക്കാത്ത പോലും അവസരങ്ങളിലും ഇതിപ്പോ രജനീകാന്ത് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞൊരു മിമിക്രി കലാകാരനില്ലേ, മിമിക്രി അഭിനയിച്ച ഒരു കലാകാരന് ഒരു നാഷണൽ ഇതുവരെ എത്തിയത് ബോധം കെട്ട് വീണു, അത് വീണു എന്നൊക്കെ കുറെ ആൾക്കാർ, ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കി. അവര് തന്നെ ആദ്യം വന്ന് പറയും ചെയ്തു എനിക്കാണ് അവാർഡ് എന്നുള്ളത്. അതാണല്ലോ നമ്മുടെ ആദ്യമുണ്ട് പിന്നില്ല എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ. പക്ഷെ അത് ഞാൻ അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ച അഭിനയിച്ച ഒരു ഇതല്ല. പക്ഷെ എന്നെ ഒരു മിമിക്രിക്കാരനാക്കി മാറ്റി എന്നുള്ളതാണ് അതിനകത്ത്. ആ പേരില് അതൊരു മിമിക്രി കാരനാണ്. അത് എല്ലാ മിമിക്രിക്കാർക്കും ചെയ്യാൻ പറ്റും ആ ബ്ലൈൻഡ് എന്ന് പറഞ്ഞതിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. പക്ഷെ ആദ്യത്തെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരിക്കുന്നു തന്നെ നാഷണൽ അവാർഡിന് പോകുന്നതും. അത് കൂടാതെ കണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാഭാഗ്യം നമ്മുടെ പ്രേക്ഷകരോടാണ് നന്ദി പറയുന്നത്. പിന്നെ ആ സമയത്ത് എല്ലാ ലാംഗ്വേജിലും ഞാൻ അഭിനയിക്കുക, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം. അത് വലിയ മഹാഭാഗ്യ. നമുക്ക് അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും മറക്കൂല. ആ സമയത്ത് തെലുങ്കിൽ ജെമിനി പടത്തിനുള്ള ഏറ്റവും നല്ല വില്ലനുള്ള അവാർഡ്, പിന്നെ കന്നഡ മറ്റേ ഫിലിം ഫെയർ അവാർഡ്, അങ്ങനെ ഒത്തിരി ആ സമയത്ത് കിട്ടിയിരുന്നു. ഈ മറ്റേ നമ്മൾ മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്ക് ചെന്നപ്പോ എങ്ങനെയാ, പണ്ടൊക്കെ ദാസേട്ടനൊക്കെ ഹിന്ദിയിലൊക്കെ പാടാൻ പോയിട്ട് അദ്ദേഹത്തിന് വേറെ വലിയ അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ അങ്ങനെ പക്ഷെ അങ്ങനൊന്നുമില്ല. ഞാൻ പറയാം, അവിടെ ഭയങ്കര ബഹുമാനാണ്. അവര് സാറേ അതെ, തീർച്ചയായിട്ടും അവര് ആരെയായാലും ഒത്തിരി ബഹുമാനിക്കുന്ന ആൾക്കാരാണത്. നമ്മളത് അങ്ങനെ. പിന്നെ മലയാള നടീ നടന്മാരൊക്കെ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റും ഭയമാണ്. അഭിനയത്തിന്റെ സ്കൂളിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവര് പറയണത്. കേരളത്തിലെ നടീ നടന്മാര് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് ആ കൺസെപ്റ്റാണ് അവർ ഇപ്പോഴും വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ഒരിക്കലും മോശക്കാരല്ല, അല്ല, പുലികൾ തന്നെയാണ്. ഇവിടെ ഉള്ളവരൊക്കെ പുലിയിൽ തന്നെ. എന്താണ് നമുക്ക് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കട്ടയ്ക്ക് ചുട്ടയ്ക്ക് വിടില്ലല്ലോ. നല്ല മഹാന്മാരായിട്ടുള്ള നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരല്ലേ. എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടി നന്നായിട്ട് ചെയ്യും. പിന്നെ ഒരാൾ കയറ് പിടിച്ച് നിർത്താനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഴിഞ്ഞാടി നശിപ്പിച്ച് കൊളാക്കും, അഭിനയിക്കും. അല്ല, നമ്മള് എവിടെയും കൊള്ളിക്കാം, ഏത് രീതിയില് നമ്മൾ മൾട്ടി പർപ്പസാ, എങ്ങനെ വേണമെങ്കിലും ആവാം എന്നുള്ളതാണ്. നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യാം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഞാൻ എന്റെ വോയിസിൽ തന്നെ സിനിമയില് ഏറ്റവും കൂടുതൽ പാടിയത് ഞാനാ. എന്റെ വോയിസിൽ ഞാൻ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റായിട്ടുണ്ട്. ദൈവാനുഗ്രഹം. ബെൻ ജോൺസൺ മുതൽ അനന്തഭദ്രം ഇഷ്ടം. ആദ്യമായിട്ടാണ് അത് മലമല്ല മനോജേട്ടൻ മാത്രമാണ് എന്റെ വോയിസിന് പാടിയിട്ടുള്ളൂ മമ്മൂക്കാന്റെ പടത്തില്. അത് മാത്രാണ് ബ്ലിസാറിന്റെ ഫസ്റ്റ് പടം. മറ്റേ അതും നല്ല ഹൈപ്പിച്ച് പാട്ടാന്നുള്ള കുട്ടനാടൻ കായലില് കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടാടി, അത് ഞാനും മധുബാലകൃഷ്ണനും കൂടിയിട്ടാണ് പാടിയത്. അതിനകത്ത് ഞാൻ അഭിനയിക്കേണ്ടതായിരുന്നു ശരിക്കും അത്. പിന്നെ അത് മനോജേട്ടൻ അഭിനയിച്ചു എന്നുള്ളതാണ്. എന്റെ വോയിസിൽ വേറെ ആൾ അഭിനയിച്ചത് മനോജേട്ടൻ മാത്രമായിട്ടാണ്. മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒത്തിരി ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ മാത്രമായിട്ട് അഭിനയിച്ച ഒരു ചിത്രമാണ് ദി ഗാർഡ് എന്ന് പറഞ്ഞ പടം. അതിൽ കഥാപാത്രം ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യനും ഇല്ല. അത് പാവം ഹക്കീം എന്ന് മരിച്ച് തലയ്ക്ക് മുകളിലാണ്. ഒരുപാട് ആശയങ്ങൾ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് അതേമാതിരി അങ്ങോട്ട് കൊണ്ടുവരാൻ പുള്ളിക്ക് സാമ്പത്തികപരമായിട്ടൊന്നും കഴിഞ്ഞില്ല. അതിലഭിനയിക്കാൻ പറ്റി. അതിൽ 6-7 പാട്ടും ഞാൻ തന്നെ പാടിയത്. അപ്പൊ അതൊക്കെ ഒരു വലിയ പാട്ടാണ്. അയ്യപ്പസ്വാമിയുടെ പാട്ടുകൾ നമ്മള് ചിന്തിച്ചതാണോ? നമ്മുടെയൊക്കെ ഒരു പാട്ട് അയ്യപ്പസ്വാമിനെ വെച്ചിട്ട് പാട്ട് ശബരിമലയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഫ്ലെക്സിൽ മണിച്ചേട്ടൻ നിൽക്കുന്നു. മണിച്ചേട്ടന്റെ വേറെ സ്റ്റാള് CD-യുടെ അതൊക്കെ ശരിക്കും ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. എന്റെ പാട്ട് കേട്ട് ഞാൻ ശബരിമല കേറിയിട്ടുണ്ടെന്നുള്ള നമ്മളൊക്കെ കേട്ടേക്കണത് ദാസേട്ടൻ പാടുന്ന അതാണ് ആ മനോഹരമായ ശബ്ദമൊക്കെയാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഇതിപ്പോ നമ്മള് കേറുമ്പോഴും ഞാൻ ആ മലയ്ക്ക് കയറുമ്പോ കേൾക്കണത് നിത്യനിരാമയ നിൻ തിരുമുൻപിൽ ഞാൻ സത്യമായി എത്തിയേക്കാം,
പള്ളിക്കെട്ടുമായി എത്തിയേക്കാം. കണ്ണ് നിറഞ്ഞിട്ടാണ് ആ മല കയറിയെന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ഈ പാട്ട് കേട്ടുകൊണ്ട് നമ്മളവിടെ ചെല്ലുന്നുള്ള പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് മനസ്സിന് വിഷമം വരുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഭയങ്കര നടക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോ പാടുന്ന പാട്ടാണ് ഈ പാട്ട്. ഏതാ? ഞാൻ അയ്യപ്പ സ്വാമി ഭക്തനാ, ഭയങ്കരമായിട്ട്. എന്റെ മോന്റെ പേര് മണികണ്ഠൻ എന്നാ. മണികണ്ഠൻ എന്റെ മോന്റെ പേര്. അപ്പം മോളുടെ പേര് മീനാക്ഷി. അപ്പൊ നമ്മള് മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പാടുന്ന പാട്ടാണിത്. നിത്യനിരാമയ, അല്ലെങ്കിൽ മിന്നാമിനുങ്ങി മിന്നും, അതൊക്കെ നമുക്ക് മനസ്സിൽ ഭയങ്കര ടച്ചിങ് ആയുള്ള